Hello, all of you. So in today's class, let us discuss some of the questions, previous questions related to linear integrated circuits, that is related to op-amp. Okay, so we shall start the class. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് വളരെ എളുപ്പമുള്ളൊരു പോർഷൻ ആണ് കേട്ടോ നിങ്ങളുടെ സിലബസിലെ. അപ്പൊ ഇത് എത്രയും ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടിയിട്ട്. അത്രയും എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്, ഏരിയ ആണ്. സോ ആൻഡ് op-amp ഹാസ് വിച്ച് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ്? ഐഡിയൽ op-amp ആണ് പറയുന്നത്. ദ ഐഡിയൽ op-amp ഹാസ് വിച്ച് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ്? അപ്പോൾ നമുക്കറിയാം ഐഡിയൽ op-ampന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? ദ ബേസിക് ഐഡിയൽ op-amp ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയണത്, ഫസ്റ്റ് തന്നെ ഗെയിനിനെ കുറിച്ച് പറയാം അല്ലെ. ഇൻഫിനിറ്റ് ഗെയിൻ. പിന്നെ നമുക്ക് ഇൻപുട്ട് ഇംപീഡൻസ് പറയാം. ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപീഡൻസ്. ദെൻ നമുക്ക് പിന്നെ പറയാൻ പറ്റുന്നത് സീറോ അല്ലെ, ഔട്ട്പുട്ട് ഇംപീഡൻസ്. പിന്നെ പറയുന്നത് കൂടുതൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെ. പിന്നെ വരുന്നത് സ്ലൂ റേറ്റ് ഒക്കെ, അതിന്റെ സ്ലൂ റേറ്റ് ഒക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് op-ampന് മാത്രമുള്ള കുറച്ച് പ്രത്യേകതകളാണ്. സ്ലൂ റേറ്റ് ഷുഡ് ബി ഇൻഫിനിറ്റ്. CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, ദാറ്റ് ഷുഡ് ബി ഇൻഫിനിറ്റ്. ദെൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ. സോ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആൻസേഴ്സിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതൊക്കെയാണ് RI ഇൻഫിനിറ്റ്, AV ഇൻഫിനിറ്റ്, R0. സോ ദ ആൻസർ ഇസ് A. ഓക്കെ, സോ നെക്സ്റ്റ് അതെ, ഐഡിയൽ op-amp ക്യാരക്ടറിസ്റ്റിക്സ് എന്തായാലും നിങ്ങൾ പഠിക്കണം. പ്രാക്ടിക്കൽ op-amp ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ജസ്റ്റ് പ്രാക്ടിക്കലില് ഒന്നും നോക്കാനില്ല. ഐഡിയലിന്ന് ഇപ്പൊ 0 ഉള്ള സ്ഥലത്ത് ലോ എന്ന് കൊടുക്കുക, ഇൻഫിനിറ്റ് ഉള്ള സ്ഥലത്ത് ഹൈ എന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഇസ് an op-amp amplifier has a differential gain of 100. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഗെയിൻ, ദാറ്റ് ഇസ് AD അല്ലെ, 100 ആണ്. ആൻഡ് കോമൺ മോഡ് ഗെയിനും തന്നിട്ടുണ്ട് 0.10. ഇറ്റ്സ് CMRR. So this is a direct question and we have the expression CMRR is equal to എന്താണ്? ഡിഫറൻഷ്യൽ, ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ടു കോമൺ മോഡ് ഗെയിൻ അല്ലെ. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണിത്. ഇത് 100 ഡിവൈഡഡ് ബൈ 0. So which is the okay, it is 1000 അല്ലേ. 1000 ഒരെണ്ണം കൂടി വരുമ്പോ it is 1. okay, it is 1000. നമ്മൾ സാധാരണ CMRR is expressed in dB ആണ്. അപ്പോൾ dB എന്ന് പറയുമ്പോൾ it is 20 log AD by AC ആണ് അല്ലേ. So it is 20 log 1000 and log 1000 is 3. So it is 20 into 3, which is 60 dB. So the answer is 60 dB. C. ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ നമുക്കത് ആ എക്സ്പ്രഷൻ അറിയില്ലെങ്കിൽ അത് എഴുതാൻ പറ്റില്ലല്ലോ. ആൻഡ് ഐഡിയൽ op-amp ഹാസ് ഇംപീഡൻസ്, അതായത് ഇൻപുട്ട് ഇംപീഡൻസും ഔട്ട്പുട്ട് ഇംപീഡൻസിന്റെ കാര്യമാണ് പറയണത്. ഐഡിയൽ കേസിൽ ഔട്ട്പുട്ട് ഇംപീഡൻസസ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഔട്ട്പുട്ട് ഇംപീഡൻസ് 0, ഇൻപുട്ട് ഇംപീഡൻസസ് 1, ഇൻഫിനിറ്റ് അല്ലെ. അപ്പൊ അങ്ങനത്തെ വല്ലതുകൊണ്ടോ? ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇംപീഡൻസ് ആൻഡ് 0 ഔട്ട്പുട്ട് ഇംപീഡൻസ്, ആൻഡ് ദ ആൻസർ ഇസ് D. Next is the fourth question. Virtual ground property of operational amplifier indicates that. Okay, virtual ground എന്ന് പറയുന്നത് op-ampന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നമ്മളത് ഡിസ്കസ് ചെയ്തില്ല ക്ലാസ്സിൽ. സർക്യൂട്ട്സ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വെർച്വൽ ഗ്രൗണ്ട്, വെർച്വൽ എന്ന് വെച്ചാൽ എന്താ? റിയൽ അല്ലാത്തത് അല്ലെ. ബട്ട് ഇറ്റ്സ് ദെയർ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ആക്ച്വലി ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയും. അപ്പൊ സോ ഇറ്റ്സ് എ വെർച്വൽ ഗ്രൗണ്ട്.
അപ്പൊ നമ്മൾ ഈ വെർച്വലി നമ്മളൊരു ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യില്ലേ, ഒരു വെർച്വൽ വേൾഡ് നമ്മൾ അറൗണ്ടിൽ ഒക്കെ ക്രിയേറ്റ് ചെയ്യില്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട്, അതൊക്കെ പോലെ. ഓക്കെ, സോ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓപ്പാമ്പ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ രണ്ട് ടെർമിനലിലെ ഇൻപുട്ടിന്റെ വോൾട്ടേജില്ലേ, ദാറ്റ് ഷുഡ് ബി 0. ഇത് 0 ആവണമെങ്കിൽ എന്തായിരിക്കണം, ഈ പോയിന്റിലെ വോൾട്ടേജും ഈ പോയിന്റിലെ വോൾട്ടേജും സെയിം ആയിരിക്കണം, വേണ്ടേ? സോ ഇപ്പൊ V1 ഇത് V2 ആണെങ്കിൽ എന്താണ്, V1 ഈക്വൽ ടു V2 ആയിരിക്കണം. ഇത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഓഫ്സെറ്റ് ഇല്ല എന്നുള്ളൊരു ഐഡിയൽ കോൺസെപ്റ്റിലാണ്. നല്ലൊരു ഓപ്പാമ്പ് ആണെങ്കിൽ ഇതിപ്പോ നമ്മൾ 2 0 കൊടുത്തു എന്ന് വിചാരിക്കും, അപ്പൊ ഇവിടെ ഒന്നും വരാൻ പാടില്ല, ഇവിടെ 0 ആയിരിക്കും ആ ഒരു കേസിന്റെ രീതിയിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ദി ബോത്ത് ടെർമിനൽ ഷുഡ് ബി ഇൻ സെയിം പൊട്ടൻഷ്യൽ. സോ ഇന്നിപ്പോ വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് എപ്പോഴാണ് വരുന്നത്, നമ്മൾ ഈ ഒരു ഇൻപുട്ട് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തു, ഈ ഒരു ഇൻപുട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു സിഗ്നൽ എന്തെങ്കിലും കൊടുത്തു എന്ന് വിചാരിക്കും. സോ ദിസ് ഇസ് ആക്ച്വലി an inverting amplifier, അല്ലെ, R1 R. ഓക്കെ, സോ ഈ വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ 0 അല്ലേ, ദാറ്റ് ഇസ് ഗ്രൗണ്ട് അല്ലേ. അപ്പൊ ഈ പോയിന്റ് ദാറ്റ് ഇസ് ഇവിടെ V1 സപ്പോസ് എന്തെങ്കിലും, അപ്പൊ ഇത് നമ്മൾ V1 ആക്കി എടുക്കുകയാണെങ്കിൽ V1 ഷുഡ് ഓൾസോ ബി 0. ഓക്കെ, ദാറ്റ് ഇസ് വെർച്വൽ കോൺസെപ്റ്റ് ആണ്. സിൻസ് ഇത് V2 ആണെങ്കിൽ V2 ഇസ് 0 വോൾട്ട്. ഓക്കെ, this is known as, so V1 is at virtual ground. നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലാണ് മിക്ക സർക്യൂട്ട്സും ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് യു നോ ദാറ്റ് കറണ്ട് നല്ലൊരു ഓപ്പൺ ആണെങ്കിൽ കറണ്ട് അതിന്റെ ഇൻപുട്ട് ടെർമിനൽസിലേക്ക് പോവില്ല, അല്ലെ. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. സോ ആ രണ്ട് ടെർമിനലിലെ വോൾട്ടേജും സെയിം ആയിരിക്കണം. അതാണ് നല്ലൊരു ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതില്, ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽസ് ആർ അറ്റ് സെയിം പൊട്ടൻഷ്യൽ. ദി ആൻസർ ഇസ് ബി. ഇപ്പൊ വെർച്വൽ ഗ്രൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും, മറ്റേ ടെർമിനലിലും ആ ഗ്രൗണ്ട് തന്നെ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ്, ഇഫ് ദി സർക്യൂട്ട് ഓഫ് ദി ഫോളോയിങ് ഹാസ് R1 100K and ഇത് ഏത് സർക്യൂട്ട് ആണിത്, ദിസ് ഇസ് നോൺ ഇൻവേർട്ടിംഗിലാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെ. സോ ദിസ് ഇസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ആണ്. അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് R1 100 kilo ohm, RF 500 kilo ohm and V1 തന്നിട്ടുണ്ട് 2 volt ആസ്റ്റ് this one, അല്ലെ. ഇപ്പൊ നോൺ ഇൻവേർട്ടിംഗിന്റെ കേസിൽ ഗെയിൻ ഇസ് ഈക്വൽ ടു എന്താണ്, 1 plus RF by R1, അല്ലെ. ആൻഡ് V0 is equal to gain into VI, അല്ലെ. VI ആണ് 2 volt. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഗെയിൻ അല്ലേ. സോ V0 is equal to V output is equal to VO is equal to gain into VI. So which is 1 plus RF is 5000 K and this is 100 K into 2, അല്ലേ, which is 1 plus 5 into 2, which is 6 into 2, which is 12 volt. Yes, 8. So answer is 8. This is also a direct substitution. And 6. Gain of a buffer amplifier. അപ്പൊ നമുക്ക് എന്താണ് ബഫർ ആംപ്ലിഫയർ? ബഫർ ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്താണ്? ഗെയിൻ 1 ആയിരിക്കും. ഇറ്റ്സ് ഇൻപുട്ട് ഇംപീഡൻസസ് ഹൈ. ഐഡിയൽ കേസിലല്ല, നോർമൽ കേസിലാണ് പറയുന്നത്. ദെൻ നോ ഔട്ട്പുട്ട്, അതായത് നോ ഫേസ് ഇൻവേഴ്സൽ, നോ ഫേസ് ചേഞ്ച്
among input and output voltages. ഓക്കെ, അപ്പോൾ ഗെയിൻ 1 ആണ്, ഇൻപുട്ട് ഇംപീഡൻസ് ഹൈ ആണ്, ഓക്കെ, നോ ഫേസ് ചേഞ്ച് ഒന്നും. പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? സോ ദിസ് ഇസ് യൂസ്ഡ് ഫോർ ഇംപീഡൻസ് മാച്ചിങ്. ഇംപീഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇംപീഡൻസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഗെയിൻ എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും അല്ലെ. ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, ഇതിന് ബഫർ. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ വോൾട്ടേജ് ഫോളോവർ അല്ലെ, വോൾട്ടേജ് ഫോളോവർ, ഇതൊക്കെ അതിന്റെ പേരാണ്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫോളോസ് ഇൻപുട്ട്, അതായത് ഔട്ട്പുട്ട് ഫോളോസ് ഇൻപുട്ട്. അതുകൊണ്ടാണ് അതിന് വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഇസ് ബി. Next is the 7th question. A differential amplifier has an open circuit voltage gain. അതായത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഗെയിൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് AO അല്ലെ, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഗെയിൻ. ദിസ് ഇസ് 100. ദ ഇൻപുട്ട് സിഗ്നൽസ് ആർ, അപ്പൊ V1 3.35 വോൾട്ടും V2 3.25 വോൾട്ടും ആണ് അല്ലെ. ഡിറ്റർമിൻ ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് തന്നിരിക്കുന്നത് വി ഹാവ് V0 is equal to gain into V1 minus V2 അല്ലെ. പക്ഷെ ഈ തന്നിരിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത് A0 എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പാണ്. സോ ഇറ്റ്സ് നോട്ട് കൺട്രോളബിൾ. അത് ഒരിക്കലും കൺട്രോളബിൾ അല്ല. ഇപ്പൊ 100 കൊടുത്താൽ പോലും 100 ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമോ? ഇല്ല. സോ ദെയർഫോർ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇറ്റ്സ് നോട്ട്, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗെയിൻ ഇസ് ഓപ്പൺ ലൂപ്പ് ആണെങ്കിൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് limited to plus or minus V sat of the amplifier. അതായത് നമ്മളിപ്പോ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആണെന്ന് വിചാരിച്ച് എത്ര വരെ പോകാൻ പറ്റും? ഔട്ട്പുട്ട് വോൾട്ടേജ് VCC വരെയല്ലേ പോകാൻ പറ്റുള്ളൂ. സോ നമ്മൾ എത്ര ഗെയിൻ കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് എത്രയല്ലേ കിട്ടുള്ളൂ. അപ്പോ ഇതാണ് അതിന്റെ ലെവൽ. സോ ഇറ്റ് ഇസ് determine the output voltage, and which is 10 volt. Okay. Open loop, open circuit, which is an open circuit. So it is plus or minus 15 volt ആണ് കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞത് plus or minus 15 volt ആണ്. Okay, but if it is comes under നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഈ ഒരു കേസിൽ പറയാണ്, if output exceeds plus or minus 15, അപ്പോഴാണ് നമ്മൾ ഇത് ചൂസ് ചെയ്യാം. നമുക്ക് ഇത് ബിലോ 15 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് വെദർ ഔട്ട്പുട്ട് ഇസ് ബിലോ plus or minus V set. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. VO is equal to AO into V1 minus V2. So it is gain is 100 into V1 minus V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.35 minus 3.25 which is 0.1 into 100. Okay, of course it is 10 volt. അപ്പൊ നമുക്കത് പ്രശ്നമില്ല. സാച്ചുറേഷൻ നോട്ട് എക്സീഡിങ് ദി ബയാസിംഗ് വോൾട്ടേജ് അല്ലെ. therefore ആൻസർ ഇസ് 10 volt. നമുക്ക് 10 volt ഉണ്ടോ? ഓക്കെ, 10 volt. അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം.
So this can be നമുക്കിത് വേണ്ടാന്ന് വെക്കാം. In this option it is this one because പ്ലസും മൈനസും തന്നിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് ഇത് തന്നെ എടുക്കാം. ഓക്കെ, സോ ദ ആൻസർ ഇസ് സി. അപ്പൊ നമ്മൾ ഇതും കൂടി നോക്കണം. ഓപ്പൺ ലൂപ്പ് ഗെയിൻ തരുമ്പോൾ നമ്മൾ വിസാറ്റ് കവിഞ്ഞു പോകുന്നുണ്ടോ എന്നും കൂടി നോക്കണം. ഓക്കെ, next is 8. An operational amplifier is dependent source, independent source, model source. അല്ല, the output depends on input അല്ലെ. സോ ഇറ്റ്സ് എ ഡിപ്പെൻഡന്റ് സോഴ്സ്. അത് മാത്രമല്ല, നമ്മൾ അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ ZI, then here ഇൻപുട്ട് ഇംപീഡൻസ് അല്ലെ, then here നമ്മളൊരു ഡിപ്പെൻഡന്റ് സോഴ്സ് ആണ് വരയ്ക്കുന്നത്. ZO AV into VA അല്ലെ, ഈ VIനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു V1 അല്ലെ. സോ ഇറ്റ് ഇസ് എ ഡിപ്പെൻഡന്റ് സോഴ്സ്, ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. Dependent voltage source. Next is, which of the following op-amp system is non-linear? Current to voltage converter is linear because current to voltage, so V is equal to I into R ആണ്, the linear ആണ്. V is equal to I into R. This is linear. Active filters are linear filters, and delay equalizers. ഒരു ഡിലേ കൊടുക്കണമെന്നേ ഉള്ളൂ, ഇതും ലീനിയർ ആണ്. And logarithmic filter. Log is a non-linear scale അല്ലെ. Logarithmic scale എന്ന് പറയുന്നത് ഇറ്റ് ഈസ് non-linear. സോ അതിന്റെ ഓപ്പറേഷൻ ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. സോ ആൻസർ ഇസ് B. Next is 10. Integrator contains. അപ്പോൾ ഒരു ഇന്റഗ്രേറ്റർ സർക്യൂട്ട് ആണ് ഞാൻ പറയാം. അതായത് നിങ്ങളുടെ സിലബസിൽ ഓപ്പാമിന്റെ സർക്യൂട്ട്സ് ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ ചിലപ്പോൾ അവര് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോഴേ അത് സിലബസ് ഒന്നും ചിലപ്പോൾ ചെക്ക് ചെയ്യില്ല. അപ്പൊ അതിൽ നിന്ന് വരുന്ന ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ ചിലപ്പോൾ ഇട്ടെന്ന് വരാം. അപ്പൊ നമ്മള് ഒരു മുൻകൂട്ടി ഒരു ശരിക്കും പഠിച്ചു വെക്കണമല്ലോ. അപ്പൊ നമുക്ക് ജനറലി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻസർ ആൻഡ് ഇന്റഗ്രേറ്റർ. ആൻഡ് ഇന്റഗ്രേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പാമിന്റെ എന്താണ് ഫീഡ്ബാക്കിൽ ഒരു കപ്പാസിറ്റർ അല്ലെ, ഒരു C, ഇവിടെ ഒരു RI, ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവും. Then this is ഇങ്ങനെയല്ല ഒരു ഇന്റഗ്രേറ്റർ എന്ന് പറയണത്. നമുക്ക് തന്നിരിക്കുന്ന എന്താ, കണ്ടെയ്ൻ 100. അപ്പോ R1 ആണ്, R1 is 100K എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് C തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 1 into 10 raised to -6 മൈക്രോഫാരഡ് ആണ് തന്നിരിക്കുന്നത്. The voltage applied to the integrator is 1 volt. So V1. അപ്പൊ V1 അല്ലെങ്കിൽ VI എന്ന് നമുക്ക് കൊടുക്കാം. VI is equal to 1 volt എന്ന് തന്നിട്ടുണ്ട്. What is the voltage present at the integrator output after 1 second? അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റർ എന്ന് വെച്ചെന്താ, സമയത്തിനനുസരിച്ച് ഇങ്ങനെ സം ചെയ്ത് വരുന്ന ഒരു സർക്യൂട്ടാണ് അല്ലെ. സോ VO ആണ് ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ 1 second. So we have the direct expression VO is equal to -1 by R into C. Integral R1 into C. Integral 0 to 1 ആണ് തന്നിരിക്കുന്നത് ഇവിടെ. VI into DT അല്ലെ, VI into DT പ്ലസ് ഇനീഷ്യൽ ഒക്കെ ഉണ്ട്, അന്ന് നമുക്ക് തരാത്തത് കൊണ്ട് 0 ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇന്റഗ്രേറ്ററിന് എപ്പോഴും ഒരു ഇനീഷ്യൽ അവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങുന്നത്, അതുകൊണ്ട്. സോ ദിസ് ഇസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 1 by R എന്ന് പറയുന്നത് 100 into 10 raised to 3. C എന്ന് പറയുന്നത് 1 into 10 raised to -6. Integral VI is 1 അല്ലെ, VI is 1 volt. So it is integral T 0 to 1.
Vi is 1 into അല്ലേ 1 into integral 0 to 1. So it is അത് 1 തന്നെയാണ് അല്ലേ, ഈ ഒരു ടേം 1 തന്നെയായിട്ട് വരും. So this becomes minus 1 by 10 raised to 5 into 10 raised to minus 6. So രണ്ടും കൂടി cancel ആയി 1 by 10 raised to minus 1, which is 10. So it is minus 10 root. Yes, D. Answer is D. Okay, clear ആയില്ലേ? Direct substitution ആണ്. 11. Okay. ഇനി നോൺ ഇൻവേർട്ടിംഗ് ഓപ്പാമ്പ്, നോൺ ഇൻവേർട്ടിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഗെയിനിന്റെ എക്സ്പ്രഷൻ ഒക്കെ എങ്ങനെ ഓർമ്മ വരണം, ഇൻപുട്ട് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ആ സർക്യൂട്ട് ഒക്കെ എങ്ങനെ ഓർമ്മ വരണം. ഇഫ് R1 is equal to 20K and RF is equal to feedback resistance 200 kilo ohms, then find the gain of the amplifier. Gain A is equal to minus RF by R1 for എന്താണ് നോൺ ഇൻവേർട്ടിംഗ് ആണല്ലേ. സോ ഇറ്റ് ഇസ് 1 plus RF by R1 ആണ് നോൺ ഇൻവേർട്ടിംഗിന്റെ കേസിൽ. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ A is equal to 1 plus 200K divided by 20K, which is 1 plus 10, which is equal to 11. A. Next is the 12th question. If the input voltage V1 is equal to 5 volt ഇവിടെ തന്നിട്ടുണ്ട്, and the output voltage VO ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, and you can see this is a inverting amplifier ആണ് അല്ലെ, ഇൻവേർട്ടിംഗ്. പിക്ചേഴ്സ് തന്നിട്ടും നമ്മളോട് ചോദിക്കും, ഇക്വേഷൻസ് തന്നിട്ട് ചോദിക്കും, ഇൻപുട്ട് എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റണം. So output voltage ആണ് ചോദിച്ചിരിക്കുന്നത്. Output voltage is nothing but gain into Vi, and for an inverting amplifier the gain is RF by R1 into Vi, and which is 25K divided by 10K into 5. So it is 2.5K into 5, which is 12.5. മൈനസ് ഇൻവേർട്ടിംഗ് ആയതുകൊണ്ട് മൈനസ് ആയിരിക്കും. സോ സി. നെക്സ്റ്റ് ഇസ് an active load. ആക്റ്റീവ് ലോഡിന്റെ കാര്യം പറയണം. ഈ ആക്റ്റീവ് ലോഡിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ റെസിസ്റ്റീവ് ലോഡുകളൊക്കെ അത് നല്ല കറക്റ്റ് ആയിട്ടുള്ള സർക്യൂട്ട്സിലൊക്കെ നമ്മൾ റെസിസ്റ്റീവ് ലോഡ് നമുക്ക് ഡിസൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല എളുപ്പമാണ്. പക്ഷെ റെസിസ്റ്റീവ് ലോഡ് ഉപയോഗിച്ച് എന്താണ് ലോസസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂസ് മാറാനുള്ള ചാൻസ് ഉണ്ട്. ടെമ്പറേച്ചർ മാറി കഴിയുമ്പോൾ അതിന്റെ ലോഡ് റെസിസ്റ്റർ വാല്യൂ മാറും. അപ്പൊ നമുക്ക് ഗെയിനിന്റെ ഇക്വേഷൻ വിച്ച് ഇസ് റിലേറ്റഡ് ടു ദിസ് റെസിസ്റ്റൻസ്, അപ്പൊ അത് മാറുമ്പോൾ ഗെയിനും മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് ആക്റ്റീവ് ലോഡ് നമുക്ക് വെക്കുന്നത്, ഇപ്പൊ ആക്റ്റീവ് ലോഡാണ് പ്ലേസ് ചെയ്യുന്നെങ്കിൽ അതിൽ മാറ്റങ്ങളൊന്നും വരില്ല. നമ്മളിപ്പോ ആക്റ്റീവ് ഫിൽറ്റേഴ്സും നോർമൽ ഡിസ്ക്രീറ്റ് ഫിൽറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും. ആക്റ്റീവ് കമ്പോണന്റ് അവിടെ വെച്ച് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് ക്യൂ ഫാക്ടർ ഗെറ്റ്സ് ഇൻക്രീസ്ഡ് അല്ല, അവിടെ ലോസസ് കുറയായിരിക്കും. ആക്റ്റീവ് ലോഡ് വെക്കാണ്. ഓപ്പാമ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഗെയിൻ ഇൻക്രീസസ് സ്റ്റെബിലിറ്റി ഉണ്ടാവും, അതാണ്. ആൻഡ് CMRR ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ലേന ഏതാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത് നോക്കാം. അതൊന്നുമല്ല. യെസ്, ഇൻക്രീസ് മാക്സിമം. ഇത് ആൻസർ ബി ആണ് ആൻസർ. ഓക്കെ, and next is 14th one. An op-amp comparator circuit employs. ഒരു ഓപ്പാമ്പിന്റെ വേറൊരു ആപ്ലിക്കേഷൻ ഓഫ് ഓപ്പാം എന്ന് പറയുന്നത് ആസ് എ കമ്പാരേറ്റർ സർക്യൂട്ട് ആണ്.
ഇതിൽ കമ്പാരേറ്റീവ് സർക്യൂട്ടിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്ലസ് ഓർ മൈനസ് വി സാറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഏത് ടെർമിനലിലെ വോൾട്ടേജ് ആണോ കൂടുതൽ അതിനനുസരിച്ച് പ്ലസ് ഓർ മൈനസ് വി സാറ്റ് ആയിരിക്കും. ജസ്റ്റ് നമ്മളൊരു സെറ്റ് പോയിന്റ് ഒക്കെ കൊടുത്ത് ഈക്വൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇവിടെ V1, ഇവിടെ V2, ഇവിടെ VO. ഓക്കെ, ദിസ് ഇസ് എ കമ്പാരിറ്റീവ്. ഇറ്റ് ഡസന്റ് ഹാവ് എനി ഫീഡ്ബാക്ക്, നത്തിങ്. ഇവിടെ നമുക്ക് പ്ലസ് VCC കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ മൈനസ് VCC കൊടുത്തിട്ടുണ്ടാവും. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ഇറ്റ് സ്വിച്ചസ് ടു പ്ലസ് ഓർ മൈനസ് വി സാറ്റ്. ആൻഡ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇൻഫിനിറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ അല്ലേ, ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇസ് വെരി ഹൈ. സോ ഇത് പ്ലസ് ഓർ മൈനസ് വി സാറ്റിലേക്ക് ലിമിറ്റ് ചെയ്യും ഔട്ട്പുട്ട്. ആൻഡ് ഇഫ് V2 is greater than V1, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് വി സാറ്റ് ആയിരിക്കും. ഓക്കെ, ഇഫ് V1 is greater than V2, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്നതിൽ നോ ഫീഡ്ബാക്ക്. യെസ്, ഇറ്റ് ഡസന്റ് ഹാവ് എനി ഫീഡ്ബാക്ക്. അപ്പൊ ഫീഡ്ബാക്ക് വെച്ച് കഴിഞ്ഞാൽ ദ ഗെയിൻ ഇസ് കൺട്രോളബിൾ ആണ്. ദ സ്ലൂ റേറ്റ് ഓഫ് ആൻ ആംപ്ലിഫയർ, സ്ലൂ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം സ്ലൂ റേറ്റ് പാരാമീറ്റേഴ്സ് നിങ്ങളുടെ സിലബസിൽ കൃത്യമായിട്ട് സ്ലൂ റേറ്റ് എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ സ്ലൂ റേറ്റ് ഓഫ് ആൻ ആംപ്ലിഫയർ ഇസ് ദിസ് വൺ. അപ്പൊ സ്ലൂ റേറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്, 0.5 volt per. This is a standard value of op-amp 741 അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, മൈക്രോ സെക്കൻഡ്. ആൻഡ് ദി മാക്സിമം ഫ്രീക്വൻസി ഓഫ് എ സെനുസോയ്ഡൽ ഇൻപുട്ട് ഓഫ് 2 VRMS. അപ്പോൾ ഓക്കെ, ഇൻപുട്ട് നമ്മൾ ഓപ്പാമ്പിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് സൈൻ വേവ് ആണ്. ദാറ്റ് ഈസ് A sin omega t അല്ലേ. The maximum frequency of a sinusoidal input of 2 VRMS with unity gain that can be handled without excessive distortion. ഇപ്പൊ ഗെയിൻ എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, 2 VRMS. അപ്പോ VM എന്ന് പറയുന്നത് VRMS into √2 അല്ലേ. സോ ഇറ്റ് ഇസ് 2√2 ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഹിന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ ഉണ്ടാവാൻ പാടില്ല. സോ ഫോർ അൺഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട് എന്തായിരിക്കണം, അതായത് ദ സ്ലൂ റേറ്റ്, ദ മാക്സിമം ഫ്രീക്വൻസി ആണ് കേട്ടോ. The maximum frequency should be, അല്ലെങ്കിൽ നമുക്ക് പറയാം the omega, അതായത് ഇതിന്റെ ഒമേഗ വാല്യൂ അല്ലേ, ഒമേഗ ടി അല്ലേ നമുക്ക് തന്നിരിക്കുന്നത് ഒമേഗ. സോ ഒമേഗ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ലൂ റേറ്റ്. അപ്പൊ ഈ ഒമേഗ എന്ന് പറയുന്നത് എന്താ, ഒമേഗ ഇസ് ഈക്വൽ ടു 2πf അല്ലേ. സോ 2πf. സോറി കേട്ടോ, സോറി ഇത് അതല്ല. ഫോർ അൺഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്ലൂ റേറ്റ് എന്ന് പറയുന്നത് എന്താ, സ്ലൂ റേറ്റ് ഇസ് ഈക്വൽ ടു dVo/dt അല്ലെ, dVo/dt ആൻഡ് മാക്സിമം, അതാണ് സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ dVo/dt maximum should be less than or equal to slew rate. ഓക്കെ, അപ്പൊ നമുക്ക് dVo/dt എത്രയാന്ന് നോക്കാം. നമുക്ക് dVo/dt എന്ന് പറയുന്നത് നമുക്ക് d/dt ഓഫ് സൈൻ വേവ് അല്ലേ, d/dt ഓഫ് Vm sin omega t which is Vm into omega into cos omega t അല്ലേ, ഇതല്ലേ. Then at maximum എന്ന് പറഞ്ഞാൽ കോസിന്റെ മാക്സിമം വാല്യൂ is 1, so it is Vm
ഒമേഗ. ഇതാണ് മാക്സിമം. ആൻഡ് വി ഹാവ് ഒമേഗ ഇസ് ഇക്വൽ ടു 2 pi f. So it is Vm into 2 pi f max. അപ്പൊ എന്താണ് നമുക്ക്, സോ ദ കണ്ടീഷൻ ഇസ് Vm into 2 pi f max should be less than or equal to slew rate. അല്ലെ, Vm 2√2 ആണ് തന്നിട്ടുണ്ടല്ലോ. സോ f max is less than or equal to slew rate divided by 2 pi Vm. That is less than or equal to slew rate എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് 0.5 അല്ലെ. 0.5 ഡിവൈഡഡ് ബൈ മൈക്രോ സെക്കൻഡ് ആണ്. അത് മുകളിലേക്ക് പോകുമ്പോൾ മെഗാ ഇതാവും. ദെൻ ഡിവൈഡഡ് ബൈ 2 into 3.14 into Vm 2√. അല്ലെ. So this is 0.5 10 raised to 6 divided by 3.14 into 4√2, which is almost equal to 30. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനത്തെ 28 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. അപ്പൊ അത് ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. സോ അത് ഒരു 30 kHz അടുത്തുള്ളൊരു വാല്യൂ. ഓക്കെ, ഓപ്ഷൻസിൽ നോക്കിയിട്ട് അടുത്തുള്ളൊരു വാല്യൂ നോക്കിയിട്ട് എഴുതാം. സോ ദിസ് ഇസ്, അപ്പൊ ഇതാണ് ജസ്റ്റ് ഈ ഒരു കണ്ടീഷൻ മാത്രം നോക്കി ഓർത്ത് വെക്കുക. എന്താണ് അൺഡിസ്റ്റോർട്ടഡ് ഔട്ട്പുട്ടിന് നമുക്ക് ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ്